കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക സവിശേഷതകളുടെയും സമാനതകളില്ലാത്ത നേട്ടങ്ങളുടെയും നേർക്കാഴ്ചയായിരുന്നു കേരളീയം 2023. തലസ്ഥാനം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത മഹാസർഗോത്സവമായി അത് മാറി. നിശാഗന്ധിയിൽ ചേർന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളീയത്തെപ്പറ്റി നാം കാണേണ്ടത് കേരളീയത്തിന് മുൻപും ശേഷവും എന്ന രീതിയിൽ കേരള ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കേരളീയത്തിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘടിപ്പിച്ച കുട്ടികളുടെ കേരളീയം വേറിട്ട അനുഭവമായി. മഹാപ്രളയം, ഓഖി ചുഴലിക്കാറ്റ് എന്നിവയുൾപ്പെടെ കേരളത്തിൽ സമീപകാലത്തുണ്ടായ ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകൾ, രക്ഷാപ്രവർത്തനങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുതലായവ കുട്ടികൾക്ക് മനസ്സിലാകും വിധം അനാവരണം ചെയ്ത പ്രദർശനമായിരുന്നു ഇത്. സുരക്ഷായാനമെന്ന ഈ പ്രദർശനം കാണാൻ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒട്ടേറെ വിദ്യാർത്ഥികളെത്തി. ഇവരെ കൂടാതെ നിരവധി അധ്യാപകരും ബഹുജനങ്ങളും പ്രദർശനം കണ്ടു. അക്ഷരാർത്ഥത്തിൽ അറിവിന്റെ നേർക്കാഴ്ചയായിരുന്നു ഈ പ്രദർശനം. കുട്ടികളുടെ കേരളീയം എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും വകുപ്പും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ എക്സിബിഷനിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ദുരന്ത നിവാരണത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും എല്ലാം അറിവ് നൽകുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നൽകുന്ന ട്രീറ്റ്മെൻറ്റും വളരെ രസകരമായി. കാരണം ഒരു ഗെയിമിങ്ങിലൂടെ കാര്യങ്ങൾ പറയുന്ന വളരെ നൂതനമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു രീതിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും സന്തോഷമായി കണ്ടപ്പോൾ. കാരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ എക്സിബിഷൻ നമ്മളുടെ യുവ തലമുറയ്ക്ക് വേണ്ടി മാത്രമായി എക്സ്ക്ലൂസീവായി വെച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള KSDMA ഭാരവാഹികളെ എല്ലാവരെയും, ഇതിന്റെ ക്യൂറേറ്ററെയും എല്ലാവരെയും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയുള്ള ദുരന്ത നിവാരണം, കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം, കടലാക്രമണ നിയന്ത്രണം, ഡാം സുരക്ഷ, മണ്ണിടിച്ചിൽ തടയാനുള്ള മാർഗങ്ങൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ ദുരന്ത നിവാരണ മാതൃകകൾ പ്രദർശനത്തെ ആകർഷകമാക്കി. നമസ്കാരം. നമ്മളെല്ലാവരും കേരളത്തെ ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളീയം 2023 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിലെ കുട്ടികൾക്കായി തുറന്നിട്ടുകൊണ്ടാണ് ഈ മഹത് സംഭവത്തെ ആഘോഷമാക്കാൻ ആഗ്രഹിച്ചത്. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ഭാവി തലമുറയെ ദുരന്ത ലഘൂകരണത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏതളവിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലേക്കായി സംസ്ഥാനത്തെ സ്കൂളുകളിലെ കുട്ടികൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി തുറന്നു കൊടുത്തിരിക്കുന്നു. അതോറിറ്റിയിൽ ബഹുമാന്യായ മുഖ്യമന്ത്രി നേരിട്ട്
പ്രവർത്തിക്കുന്ന ഫ്യൂഷൻ സെൻറ്റർ, അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് മേൽനോട്ടം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥലം, അവിടെയുള്ള സാറ്റലൈറ്റ് ഫോണുകൾ, അവിടുത്തെ ദുരന്ത സാധ്യതാ പ്രവചന സംവിധാനങ്ങൾ, നമ്മൾക്കുള്ള ഹോട്ട് ലൈനുകൾ, നമ്മളുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, കേരളത്തിൽ ആകമാനം സ്ഥാപിച്ചിട്ടുള്ള 126 സൈറണുകളിൽ ഒന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അവസരം, ഇവയെല്ലാം നൽകിക്കൊണ്ട് കുട്ടികളെ സമഗ്രമായി ദുരന്ത ലഘൂകരണ പാഠങ്ങളിലേക്ക് ചുവടുവെപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുട്ടികളുടെ കേരളീയം എന്ന തീമോടുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളീയത്തെ കണ്ടിട്ടുള്ളത്. If this had been an actual emergency, you would have received instructions of how to respond to the ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വിവിധങ്ങളായ മോഡലുകൾ, ആ മോഡലുകൾ കുട്ടികൾക്ക് സ്പർശിച്ചു നോക്കാനും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതൊക്കെ തരത്തിലാണ് ദുരന്ത ലഘൂകരണം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വിഷയവിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരവും ഒക്കെ നൽകിയിട്ടുണ്ട്. എല്ലാം ഇവിടെ നമ്മൾ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കുട്ടികൾക്കായി പ്രത്യേകമായ ഒരു ഗെയിം സോണും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് ദുരന്ത ലഘൂകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കളികൾ കളിച്ച് അവ വിജയിച്ച് സമ്മാനങ്ങൾ വാങ്ങുവാനുള്ള അവസരവുമുണ്ട്. ദുരന്ത നിവാരണത്തെക്കുറിച്ച് ഇഷ്ടവിനോദങ്ങളിലൂടെ അറിവ് നേടാൻ 9 കളികളാണ് കിഡ് സോണിൽ ഒരുക്കിയിരുന്നത്. അതോറിറ്റിയിലെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പ്രവചന സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ഫോൺ, ക്യാപ് അലേർട്ട് സിസ്റ്റം മുതലായവ നേരിൽ കണ്ടറിയുവാനും സാങ്കേതിക വിദഗ്ധരുമായി സംവദിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. സജ്ജം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ ലിറ്ററസി അല്ലെന്നുണ്ടെങ്കിൽ ദുരന്ത സാക്ഷരത എന്നുള്ളത് ഓരോ കുടുംബങ്ങളിലേക്കും കുട്ടികളിലൂടെ എത്തിക്കുക, അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് സ്കൂൾ സേഫ്റ്റി, ഹോസ്പിറ്റൽ സേഫ്റ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളും ഒരു സേഫ്റ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസാസ്റ്റർ വരുമ്പോൾ ഏത് വഴി രക്ഷപ്പെടണം, ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിലായിരിക്കും, നമുക്കറിയാവുന്നതുപോലെ ഹോസ്പിറ്റലുകളിലും അല്ലെ വലിയ വലിയ ബിൽഡിങ്ങിലും പോകുമ്പോൾ ഒരു ഇവാക്യുവേഷൻ പ്ലാൻ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ സ്കൂളിലും ഒരു ടീമായിട്ട് ഫോം ചെയ്ത് നമ്മളൊരു ഫോക്കൽ ടീച്ചർ അതിന് കാണും, അങ്ങനെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും യുനിസെഫിന് കൂടി ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ജലസുരക്ഷയെക്കുറിച്ച് അതോറിറ്റി നിർമ്മിച്ച നീരറിവ് എന്ന ചലച്ചിത്രം സുരക്ഷായാനം കാണാനെത്തിയ എല്ലാവരും കണ്ടു. പുറമേ ശാന്തമായി ഒഴുകുന്ന ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല. അവിടെ ചുഴികളുണ്ടാകാം, അടിയൊഴുക്കുണ്ടാവാം, മറ്റു പലതരത്തിലുള്ള ആപത്തുകളുണ്ടാവാം. സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിച്ചു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ജലസുരക്ഷാ ഉപകരണങ്ങളില്ലാതെ പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുത്. നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഡിസേബിലിറ്റി ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. അത് UN പോലത്തുള്ള അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിശ്ചയമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഡെഫ്, മ്യൂട്ട്, അതുപോലെ തന്നെ ഓർത്തോപീഡിക് ഡിസേബിലിറ്റി, അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ബ്രെയിലിയിൽ നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൻ്റെ മാനുവൽസ്, അതുപോലെ വാർണിംഗ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാലും സൈൻ ലാംഗ്വേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ടീം അവിടെ കാണും. അതെല്ലാം നിശ്ചയമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. പ്രാപ്യം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഓരോ മോഡ്യൂൾസും ഈ സൈൻ ലാംഗ്വേജ് വഴി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം 2007 മെയ് 4 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച
5 ദുരന്ത നിവാരണ അതോറിറ്റികളുടെ പട്ടികയിൽ സ്ഥാനമുറപ്പിക്കുവാൻ നമ്മുടെ അതോറിറ്റിക്ക് സാധിച്ചു. കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായ ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും അതുല്യമായ പങ്കുവഹിച്ച സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2018 മഹാപ്രളയം, ഓഖി ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടലുകൾ, കൊടും വരൾച്ച എന്നിങ്ങനെ കേരളം അഭിമുഖീകരിച്ച സമീപകാല പ്രകൃതി ദുരന്തങ്ങൾ നിരവധിയാണ്. ഇവയെ അതിജീവിക്കുവാൻ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര പ്രശംസ പിടിച്ചുപറ്റിയവയാണ്. കോവിഡ് മഹാമാരിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കേരളത്തെ കോവിഡ് പ്രതിരോധ സജ്ജമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുവാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സാധിച്ചു. സംഭവിക്കുമായിരുന്ന അനേകം ദുരന്തങ്ങളെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒഴിവാക്കാൻ സാധിച്ചതും അതോറിറ്റിയുടെ പ്രവർത്തന സബരിയിലെ നാഴികക്കല്ലുകളാണ്. സുരക്ഷിത കേരളത്തിനായി നമുക്കൊരുമിച്ച് മുന്നേറാം.